അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മ ബഅദ് ഫയ ഇഖ്വാനി ഫില്ലാ. ഹിജ്റ 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രമുഖനായ പണ്ഡിതനാണ് അബ്ദുൽ ലത്തീഫ് ബിൻ അബ്ദുറഹ്മാൻ ആലു ഷെയ്ഖ് റഹിമഹുല്ലാ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആലു ഷെയ്ഖ് കുടുംബത്തിൽപ്പെട്ട പ്രമുഖനായ പണ്ഡിതനാണ് അദ്ദേഹം. ക്രിസ്താബ്ദം 1876 അദ്ദേഹം വഫാത്താകുന്നത്. അബ്ദുൽ ലത്തീഫ് ബിൻ അബ്ദുറഹ്മാൻ ആലു ഷെയ്ഖ് റഹിമഹുല്ലാ. അദ്ദേഹം പറയാണ്, ഇഅ്ലം അന്ന മിൻ ഹുഖൂഖിൽ ഉഖൂവതി ഫില്ലാഹ് ഇദാമത ദുആഇ ലിഇഖ്വാനിക ഫി ഔഖാത്തിൽ ഇജാബ. ഇഅ്ലം, നീ മനസ്സിലാക്കണം, അന്ന മിൻ ഹുഖൂഖിൽ ഉഖൂവതി ഫില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സാഹോദര്യം, സ്നേഹബന്ധം, കൂട്ടുകെട്ട് അതിൻ്റെ ഹക്കിൽപ്പെട്ടതാണ്, ഇതിലുള്ള ബാധ്യതയിൽപ്പെട്ടതാണ് ഇദാമത ദുആഇ ലിഇഖ്വാനിക്, നിൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥന പതിവാക്കുക എന്നുള്ളത്, പതിവായി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഫി ഔഖാത്തിൽ ഇജാബ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളിൽ, സമയങ്ങളിൽ. പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് പ്രത്യേകം പറയപ്പെട്ടിട്ടുള്ള, പ്രമാണങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങളിൽ, സമയങ്ങളിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന ആദർശ സഹോദരങ്ങൾക്ക് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥന പതിവാക്കുക, നിരന്തരം പ്രാർത്ഥിക്കുക എന്നുള്ളത് അവരോടുള്ള ബാധ്യതയിൽപ്പെട്ടതാണ്. അൽ ഉഖൂവത്തു ഫില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സാഹോദര്യ ബന്ധം അതിൻ്റെ ഹക്കിൽപ്പെട്ടതാണ്, കടമയിൽപ്പെട്ട, ബാധ്യതയിൽപ്പെട്ട കാര്യമാണ് എന്ന് നീ മനസ്സിലാക്കണം എന്നാണ് അബ്ദുൽ ലത്തീഫ് ബിൻ അബ്ദുറഹ്മാൻ ആലു ഷെയ്ഖ് റഹിമഹുല്ല പറഞ്ഞിട്ടുള്ളത്. തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി അവരുടെ അസാന്നിധ്യത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളത് ഏറെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞില്ലേ, ആരെങ്കിലും തൻ്റെ സഹോദരന് വേണ്ടി അവൻ്റെ അസാന്നിധ്യത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അതിനുവേണ്ടി ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്ക് പറയുമെന്നാണ്, ആമീൻ വലക ബിമിസൽ, ആമീൻ എന്ന് പറയുകയും നിനക്കും അതുപോലെയുള്ളതുണ്ട് എന്ന് മലക്ക് പ്രാർത്ഥിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. അപ്പോൾ തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, ആദർശ സഹോദരങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളത് ഏറെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. മാത്രമല്ല അത് അൽ ഉഖൂവത്തു ഫിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സാഹോദര്യത്തിലെ ഒരു കടമയാണ്, ബാധ്യതയാണ്. പ്രാർത്ഥിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് മലക്കുകളുടെ പ്രാർത്ഥനയാണ് കിട്ടുന്നത്. നമ്മുടെ സഹോദരന് വേണ്ടി അവൻ്റെ ദുനിയാവിലോ പരലോകത്തോ ഉപകാരമുണ്ടാക്കുന്ന ഒരു കാര്യം അവന് വേണ്ടി ദുആ ചെയ്താൽ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മലക്കുകളാണ്. എത്ര വലിയ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു ഭാഗം നമ്മുടെ ആദർശ ബന്ധുക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ സ്നേഹിക്കുന്ന, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മുടെ സ്നേഹം അങ്ങനെയായിരിക്കണം, വേറൊന്നിൻ്റെയും പേരിൽ അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അള്ളാഹുവിൻ്റെ ദീൻ, അതിൻ്റെ പേരിൽ ഉള്ള സ്നേഹബന്ധമായിരിക്കണം നമ്മുടെ സ്നേഹബന്ധം. ഒരാളുടെ സൂക്ഷ്മതയും തഖ്വയും ദീനിൽ അവൻ്റെ ശ്രദ്ധയും കണ്ട് നമ്മൾക്ക് അവനെ സ്നേഹിക്കാൻ പറ്റണം. അങ്ങനെ സ്നേഹിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അത്തരത്തിലുള്ള ബന്ധങ്ങളും കൂട്ടുകെട്ടുകളും നമ്മൾക്കുണ്ടാകണം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന ബന്ധങ്ങൾ ഉണ്ടാകണം. അവരോടുള്ള കടമകൾ, ബാധ്യതകൾ മനസ്സിലാക്കി നമ്മൾ നിറവേറ്റണം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് പറയപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അല്ലാഹു തആല ഈ ഒരു കാര്യം ജീവിതത്തിൽ പകർത്താൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖിനെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി. അങ്ങനെ നമ്മൾ പരസ്പരം ഓരോ സഹോദരങ്ങളും തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരിലുള്ള ആ സ്നേഹബന്ധം വർദ്ധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കാനും ധാരാളമായി അള്ളാഹുവിനോട് പരസ്പരം നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും തൗഫീഖിനെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിനു വേണ്ടി പരസ്പരം സ്നേഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യസന്ധമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.